ഹലോ ഡിയർ ഗൈസ്, സേഫ് സോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒന്നാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കും കൂടെ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ നാം നിരന്തരം ഫീലിങ്സോടുകൂടി അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യമാണോ നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നതാണ് ഇതിൻ്റെ ഒരു ബേസായ നിയമം. അതായത് നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഫീലിങ്സോടുകൂടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോസിറ്റീവായ കാര്യം, ആ ഒരു കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇനി അഥവാ ഏതെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവായ കാര്യം നമ്മളിലേക്ക് വന്നു ചേരും എന്നതാണ്. അപ്പോൾ ഈ ഒരു നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇതിൻ്റെ 4 ബേസിക്കായ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. അതിൽ ഒന്നാമത്താണ് ഫീലിങ്സ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് മനസ്സിൽ കാണുക. അത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥതയോടെ ഫീലിങ്സോടുകൂടി ആ ഒരു ലക്ഷ്യത്തെ നിങ്ങൾ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയതായി വിഷ്വലൈസ് ചെയ്യുക. എപ്പോഴും ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ മാനസിക അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെയിലി ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ക്രമേണ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഈ നിങ്ങളുടെ ചിന്ത സഹായിക്കും. രണ്ടാമതാണ് വിശ്വാസം. ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരു ദൃഢവിശ്വാസം തന്നെ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇടയിൽ അതെനിക്ക് നേടാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു സംശയമോ മറ്റ് ഭയങ്ങളോ അതിനിടയിൽ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ലക്ഷ്യം എനിക്ക് നേടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ആ ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യാനും അതേക്കുറിച്ച് ചിന്തിക്കാനും. അല്ലെങ്കിൽ അത് നെഗറ്റീവായ തോട്ട്സ് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതിൻ്റേതായ കാലതാമസം എടുക്കും. അപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ എനിക്കത് കിട്ടും, എനിക്കത് കഴിയും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് പോസിറ്റീവായ തോട്ട്സ്. അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ തോട്ട്സ് മാത്രമേ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കാവൂ എന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നെഗറ്റീവായ തോട്ട്സ് ഒരിക്കലും അതിൻ്റെ ഇടയിൽ കടന്നു വരാൻ അനുവദിക്കരുത്. അവസാനത്തെ കാര്യമാണ് ആക്ഷൻസ്, പ്രവർത്തികൾ. ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ട പ്രവർത്തികൾ നിങ്ങൾ ഇന്നു മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ തന്നെ ചെയ്തു തുടങ്ങുക. എന്തെങ്കിലും ഒരു ചുവടെങ്കിലും ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡെയിലി ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് എൻ്റെ ലക്ഷ്യവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ചേർന്ന് പോകുന്നുണ്ടോ, എൻ്റെ ലക്ഷ്യ പൂർത്തീകരണത്തിന് ഉതകുന്നതാണോ ഈ പ്രവൃത്തി, അതിനേതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നതാണോ എൻ്റെ ഈ പ്രവൃത്തി എന്നിങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടു വേണം ഓരോ കാര്യവും ചെയ്യാൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പാലിക്കുക. ഒന്നാമത് ആ ഫീലിങ്സോടുകൂടി അത് നിങ്ങൾ എന്താണോ ലക്ഷ്യം അത് നേടിയതായിട്ട് സങ്കല്പിച്ച് അത് ഡെയിലി വിഷ്വലൈസ് ചെയ്യുക, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. അതിൻ്റെ രണ്ടാമത്തത് വിശ്വാസം. അതിൽ പൂർണ്ണമായൊരു വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ.
മൂന്നാമത്തത് പോസിറ്റീവായ ചിന്തകൾ മാത്രം, ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടു കിടക്കുക. നാലാമത്തത് അതിനു വേണ്ട ആക്ഷൻസ് കറക്റ്റായിട്ട് മനഃപൂർവ്വം തന്നെ ഓരോ ദിവസവും അതിനു വേണ്ട പ്രവർത്തികൾ ഏതെങ്കിലും ഒരു ചുവടെങ്കിലും എല്ലാ ദിവസവും ലക്ഷ്യപൂർത്തീകരണത്തിനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ ഗൈസ്, ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും. അതിൽ തളരാതെ ക്ഷമയോടെ ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.